ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ദുഃഖമാണ്, ദുരിതമാണ്, വേദനയാണ്, കടമാണ്, സമാധാനമില്ലല്ലോ. ആർക്കാണ് സമാധാനമുള്ളത്? ലോകത്തിന് സമാധാനമില്ലാത്തവർ വളരെ കൂടുതലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം കിട്ടാറ് ജനങ്ങൾ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്ന് തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോ പടച്ചവനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ ഒരു ഭാര്യ മകർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്. പടച്ചവനെ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ആ ഭാര്യയുമായിട്ടൊരു സമാധാനമുള്ള ജീവിതം നിനക്ക് കിട്ടുന്നില്ലല്ലോ. നിന്റെ കണ്ണിന് കുളിർമയായ മക്കള് 2, 3, 4 മക്കളുണ്ടല്ലോ. ആ മക്കളുടെ മുഖത്ത് നോക്കുമ്പോ നിന്റെ കണ്ണ് കുളിർമയാകുന്നില്ലല്ലോ. പടച്ചവനെ ആവശ്യത്തിന് സമ്പത്തുണ്ട്, പടച്ചവനെ ബർക്കത്തില്ലല്ലോ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ലല്ലോ. മനോഹരമായ ലക്ഷങ്ങളെ ചെലവഴിച്ച് കൊട്ടാരം പണിത് ബെഡ്റൂമിന്റെ അകത്ത് AC വെച്ച് സീലിംഗ് ചെയ്ത് പടച്ചവനെ മനോഹരമായ ബെഡ്റൂം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? അതാ പരസ്പരം മക്കള് ശത്രുക്കളെ പോലെ തമ്മിലടിക്കുകയാ, കൂടപ്പിറപ്പുകളെ തമ്മിൽ തെല്ലുകയാ, ഭാര്യയും ഭർത്താവും കണ്ടാൽ ശത്രുക്കളെ പോലെ പെരുമാറുകയാ. പടച്ചവരെ, കാരണമെന്തെന്നറിയുമോ? നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണമെന്തെന്നറിയുമോ? ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറയുന്ന മുസ്ലിമേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 കാര്യങ്ങള് 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നാശമാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ ആ പള്ളി ഇരുന്ന് തേങ്ങും, ആ പള്ളി ഇരുന്ന് കരയും. അള്ളാഹുവിന്റെ ഭവനം കരഞ്ഞ അത് ആ നാടിന് തന്നെ നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കരച്ചില് എന്നെ പള്ളി റമദാനൊക്കെ വരാൻ പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലേക്ക് ഇപ്പൊ പഴയതുപോലെ പോക്കൊന്നുമില്ല പലർക്കും. എന്തെല്ലാം പടച്ചവനെ, കല്യാണ വീട്ടിൽ പോകുമ്പോ ഭക്ഷണം തിന്നുമ്പോ ആരാപ്പ മാസ്ക് ഇടാ? ഓഡിറ്റോറിയത്തിലൊക്കെ എന്നാ ഇടിയെന്നറിയോ? പ്രത്യേകിച്ച് ഈ പാലക്കാടൻ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ടേസ്റ്റാ. ഞാൻ ആ ബിരിയാണി തിന്നുന്നതിന് വേണ്ടി എന്റെ ഉമ്മയുടെ വീട് വരെ വരും. ഒരു പ്രത്യേക ബിരിയാണി ഉണ്ടല്ലോ, അതിനെന്താ ഹനഫി ബിരിയാണി ഇല്ലേ? അങ്ങനെ പാലക്കാട് ഒരു കട തന്നെ ഉണ്ടല്ലേ, ഹനഫികളുടെ കട. എങ്ങനെയുണ്ട്? നല്ലൊരു ബിരിയാണി ഉണ്ട്. അതിന്റെ കൂടെ ഈ മത്തങ്ങായും ഇറച്ചിയൊക്കെ ഇട്ടൊരു കറിയുണ്ട്. അതില്ലെങ്കിൽ തന്നെ പാടാ. ഇല്ല, നല്ല ഭക്ഷണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളി ഇരുന്ന് കരയും. ആ പള്ളി കരഞ്ഞാൽ പിന്നെ ഈ നാട് നേരെയാകും. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഭവനം ഇരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറോണ ഒക്കെ മരിച്ചിട്ട് എത്രയോ നാളായി. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അതിന്റെ പുറകെ നടക്കാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നില്ല. വെള്ളിയാഴ്ച ഉസ്താദ് കാത്തു നിൽക്കുക, പടച്ചോനെ 40 പേര് വരുന്നുണ്ടോ, അല്ലാഹ് നിസ്കരിക്കണ്ടേ, അല്ലാഹ്. അതങ്ങോട്ട് കേറുക, സലാം വിട്ട ഓടുക, ദുആയും സലാത്തൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഭവനത്തിനകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. ആ പള്ളി കരഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. 2, എല്ലാവരും പറയുന്ന ഉസ്താദേ സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കണ്ട പാകിസ്ഥാനും ഇന്ത്യയും പോലെ ശത്രുക്കളെ പോലെ പോരാടുന്നു. സമാധാനം എന്തിനാടാ നിങ്ങൾ കൂടപ്പുറപ്പുകൾ ഇങ്ങനെ തമ്മിലടിക്കണേ? ചോദിക്കാറുണ്ട് ഉമ്മ. സ്വന്തം ചേട്ടനും അനിയനും കടന്ന് തമ്മിലടിയ കൊച്ചു കുട്ടികൾ വരെ. ആവശ്യത്തിന് സമ്പത്തുണ്ട്, പക്ഷെ ഒന്നും ഉപകാരപ്പെടുന്നില്ല. മട്ടൻ മന്തിയും ഒക്കെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കുഴിമന്തിയും മഹദിയും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. മഹദിയൊക്കെ ഇപ്പം ഇതൊക്കെ തിന്നിട്ടും നിറയുന്നില്ല വയറ്. മനോഹരമായ വീടുണ്ടാക്കിയിട്ട് AC വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സമാധാനമില്ല സഹോദരൻ. എങ്ങനെ ഉണ്ടാകാനാ കാക്ക സമാധാനം? എങ്ങനാ നിങ്ങൾക്ക് അള്ളാഹു സമാധാനം തരിക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തിരിക്കുന്നുണ്ട്, ആരും ഓതുന്നില്ല.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല. അല്ലെ, അലമാരിക്കകത്ത് കൊണ്ടുവച്ചിരിക്കുക. സൗദി പോയിട്ട് ഉംറ കഴിഞ്ഞ് വന്നപ്പോ ഒരു 5-6 എണ്ണം കൊണ്ടുവന്നിട്ട് അലമാരി വെച്ചിട്ടുണ്ട് ഉണ്ടെന്ന് തെളിയിക്കാൻ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെച്ചിട്ട് അത് ഓതാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഖുർആൻ കരയും. പടച്ചവനെ, എന്നെ ഒന്ന് തുറക്കണത് പോലും ഇല്ലല്ലോ അല്ലാഹ്, ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ലല്ലോ അല്ലാഹ്. ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളിൽ എത്ര പേരാ ഇന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരായത്തെങ്കിലും ഖുർആൻ കൈകൊണ്ടെടുത്ത് ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഒറ്റ ഒരായത്തെങ്കിലും. പെണ്ണുങ്ങൾ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ പൊക്കണമെങ്കിൽ നല്ല പോലെ പൊക്കിക്കോണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം പൊക്കിക്കഴിഞ്ഞല്ലോ. അള്ളാഹുവേ, കരുണക്കടലായ അല്ലാഹ്, റോഡി കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞവന് നീ സ്വർഗം കൊടുത്തു. ചാകാൻ കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിന് നീ സ്വർഗം കൊടുത്തു. അള്ളാഹുവേ, ഈ കൈപൊക്കിയ ഞങ്ങൾക്ക് ഇതിനു പകരം നീ സ്വർഗം തരണേ അല്ലാഹ്. ആരെല്ലാം ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് കൈപൊക്കിയവരുണ്ടോ, പടച്ചോനെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം അത് കണ്ടു മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. കൈപൊക്കാത്തവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. കൈപൊക്കാത്തവൻ, ഞാൻ പൈസ ചോദിച്ചോ? എടാ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവെക്കാനാ പറഞ്ഞത്. എന്റെ പൊന്ന് സിറാജ്, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് തലകുത്തി കിടന്നിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പള്ളി നിങ്ങൾ എത്ര ഹത്തീബ് എന്നിട്ട് എത്ര വർഷമായി? 18 കഴിഞ്ഞ് 19ലേക്ക്. മാഷാ അല്ലാഹ്, 18 കഴിഞ്ഞ് 19 വർഷമായി. പാവപ്പെട്ട ഇവിടെ കിടന്ന് നോക്കണുണ്ട്. എന്നിട്ട് എന്നെ അനക്കാൻ പറ്റിയിട്ടില്ല ഉസ്താദ് എന്ന് ചിലര് പറയണ പോലെ. ഒരു പള്ളിയിലൊക്കെ 18 കൊല്ലം ജോലി ചെയ്യാന്ന് വെച്ചാ അത് വല്ലാത്ത ഒരു ത്യാഗമാണ്. ഒരു പള്ളിയിൽ പിന്നെ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, പഴകിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഹൈറാകുന്ന കാലത്തോടെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു പള്ളിയിലൊക്കെ ഒരു കൊല്ലം തന്നെ കഷ്ടപ്പെട്ടാ പോണെ. ടെസ്റ്റ് നടക്കാ. ഇപ്പം പള്ളിയിലെ ഖതീബിനെയൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഞാൻ പുതിയ തലമുറകളോടൊക്കെ പറയാറുണ്ട്, ഉസ്താദന്മാരെ ടെസ്റ്റ് ചെയ്യും. വന്നൊന്ന് വെള്ളിയാഴ്ച പ്രസംഗിക്കണം, ഒന്ന് ഇമാമത്ത് നിൽക്കണം. ആരാ? ഫാത്തിഹയുടെ അർത്ഥം അറിയാത്തവനെ ടെസ്റ്റ് ചെയ്യണം. 10-12 കൊല്ലം സാമ്പാറും ചോറും തിന്ന് കഷ്ടപ്പെട്ട് പടച്ചവനെ എത്രയെല്ലാം കിതാബുകൾ പഠിച്ച ഉസ്താദിനെ ടെസ്റ്റ് ചെയ്യുന്നത് ആരാ? ഈ ടെസ്റ്റ് ചെയ്യുന്നവനെ വിളിച്ചിരുത്തിക്കട്ടെടാ, ഫാത്തിഹയുടെ അർത്ഥം പറയടാന്ന് പറഞ്ഞ ഓനിരുന്ന് തപ്പണതാണ്. ഓനാണ് അർത്ഥം നോക്കണത്, ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ? എന്തോ കൊണ്ടില്ല, സഹിച്ചില്ലാന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സത്യവതാ സഹോദരങ്ങൾ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഖൈറാകുന്ന കാലത്തോളം അള്ളാഹു ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൈവെക്കാൻ പറഞ്ഞപ്പോ പലർക്കും മടി. അള്ളാഹു ഈ കൈവെക്കി എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. ഒരവസരം കൂടെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കിക്കേ. ഇതാദ്യം ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് എന്തിനാ വെറുതെ ഇത്രയും പറയിപ്പിച്ചേ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. എന്നാ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോകാനിരിക്കണത്? നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാത്ത നീയാ ഇനി സ്വർഗത്തിൽ പോണേ. ഇന്നത്തെ ദിവസം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് കൈകൊണ്ട് പോലും തൊട്ടു നോക്കാത്ത നീയാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിന്റെ വീടിനകത്ത് സമാധാനം വേണോ? നിനക്കൊരു നല്ല ജീവിതം വേണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിനകത്ത് വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളത് ഒന്ന് തുറന്നു നോക്കണേ. അതിലൊരായത്തെങ്കിലും നിങ്ങളൊന്ന് പാരായണം ചെയ്യണേ. ഇല്ലെങ്കിൽ ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് തേങ്ങുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീര് പടച്ചവനെ നിനക്ക് നല്ലതല്ല, എന്നെ തകർത്ത് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവരാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല, ഖുർആൻ പഠിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല, കള്ളുകുടിയന്മാർക്കും വ്യഭിചാരികൾക്കും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, അതിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാതെ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മുസ്ലിമേ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു തരാ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എണ്ണി എണ്ണി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവരോട്, അതിനെ പരിഗണിക്കാത്തവരോട് അല്ലാഹു പറയുന്നു, നിനക്ക് അല്ലാഹു നിന്നെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ കലാം കേട്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി, നീയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ല, ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, ഖുർആനിന്റെ ആയത്താ ഞാൻ ഓതിയേ. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താ, ഞാൻ ആയത്ത് ഓതിയിട്ടാ പറയുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിന്നെ അല്ലാഹു ഹിദായത്ത് നിനക്ക് തരൂല, നീ പിന്നെ നന്നാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അറിയല്ലോ, ഇബ്ലീസിന്റെ ഗതി അറിയുമല്ലോ. എന്തുകൊണ്ടാ സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നവരല്ലേ. എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയിരുന്ന മനുഷ്യനാ. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ അസാസിയിൽ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്. അതുകൊണ്ട് ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല. ഈ ഖുർആൻ നബി ഒളിച്ചോടുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഈ ഒളിച്ചോടുന്ന പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടുവന്നിരുത്തിയിട്ട് കുടുംബക്കാര് മുഴുവൻ ഉപദേശിക്കും. മാതാപിതാക്കൾ പറയും, ഞാൻ മരിക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ മരിക്കണമെങ്കിൽ മരിക്കും. നാട്ടുകാർ ഉപദേശിക്കും, പള്ളിയിലെ ഉസ്താദന്മാർ ഉപദേശിക്കും, കാരണവന്മാർ ഉപദേശിക്കും. എന്തേ ഹൃദയത്തിൽ ഇറങ്ങാത്ത?